തൃശ്ശൂരിൽ നിന്നും പ്രദീപ് ചേരുന്നു. പ്രദീപ്, എങ്ങനെയാണ് VS എന്ന ആ രണ്ടക്ഷരത്തെ, ആ സമര നായകനെ, മരിക്കാത്ത അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി അദ്ദേഹത്തെ എങ്ങനെ ഓർത്തെടുക്കും? VSനെ കുറിച്ച് ഇന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യരും അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് മുതൽ ആ പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച് അവസാനം അദ്ദേഹം ഇന്നലെ വിട പറഞ്ഞു. നമ്മൾ ഇന്ത്യയിലെ പൊതുവായി രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ ഇത്രയും ദീർഘമായ ഒരു കാലയളവ് പൊതുരംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് അപൂർവമായ ചില വ്യക്തിത്വങ്ങളിൽ മാത്രം കാണുന്ന ഒരു രീതിയാണ്. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും കേരളത്തിന് വിസ്മരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പിന്തുടർന്നാണ് കേരളത്തിന് ഇന്നുണ്ടായ പുരോഗതി, വലിയ രീതിയിലുള്ള പുരോഗതിയെല്ലാം നേടാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തില് അദ്ദേഹത്തിന്റെ വിയോഗം ആ പാർട്ടിക്കും അതുപോലെ കേരള രാഷ്ട്രീയത്തിന്റെ പൊതുരംഗത്തിനാകെ വലിയ നഷ്ടമാണ് VSന്റെ വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നത്. VSനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് യുവാക്കളെയും മറ്റും ആകർഷിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത്. ഇന്നത്തെ പൊതുവായ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തില് VSന്റെ പ്രവർത്തന രീതിയെ പിന്തുടർന്നുകൊണ്ട് പുതുതലമുറ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മളെല്ലാം കാണുന്നുണ്ട്. ഈ അവസരത്തിൽ VSന്റെ കുടുംബത്തോടും അതുപോലെ കേരളത്തിന്റെ ഈ തീരാ നഷ്ടത്തോടും വലിയ ദുഃഖത്തോടെ തന്നെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. തീർച്ചയായും അതീവ ദുഃഖത്തോടെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ എത്തിയിരിക്കുന്നു.